പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണല്ലോ വലിയ നോമ്പുകാലം. പാപത്തിൽ നിന്ന് മാറി പുണ്യത്തിലേക്ക് നടക്കുന്ന കാലഘട്ടം. ഈ ദിനങ്ങളിൽ മിശിഹായുടെ രക്ഷാകര പാതയിലൂടെ നമുക്കുമൊന്ന് സഞ്ചരിക്കാം. പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക്, ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്കുള്ള കാലഘട്ടം. ശുഭക്കോനോ ദിനം നമുക്ക് രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തുടക്ക ദിനമാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവർണ്ണനീയമായ ദൈവസ്നേഹം. തൻ്റെ ഏകമകനെ ലോകത്തിന് നൽകാൻ മനുഷ്യൻ ആരാണെന്നറിഞ്ഞിട്ടും മരണം വരെ ആ സ്നേഹത്തെ ലോകത്തിന് വിട്ടു നൽകിയ പിതാവിൻ്റെ സ്നേഹം. ചങ്കിലെ ചോരയാൽ രക്ഷ പകർന്നവൻ, ചിന്തിയ രക്തത്താൽ കന്മഷം അകറ്റിയവൻ, കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചവൻ, പിതാവേ ഇതാ ഞാൻ എന്ന് ഗദ്ഗദമോടെ ഉരുവിട്ടവൻ, ഗോൽഗോഥായുടെ മാറിൽ അവൻ്റെ സ്വരം മാറ്റൊലി കൊണ്ടു. കാൽവരിയിൽ ഉയർന്നു കേട്ട ശബ്ദം, നാഥ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല. കരുണാമയനായ യേശു കാൽവരിയിൽ മനസ്സും ശരീരവും നീറുന്ന വേദനയിലും അതിന് കാരണക്കാരായവരെ സ്നേഹിച്ച് ക്ഷമിച്ച് സ്വന്തമാക്കിയവൻ. ഇനി എൻ്റെ സ്വർഗം ഇതാണ് നിന്റെ മൊഴികൾ എന്ന് ഉരുവിട്ടുകൊണ്ട് നമുക്കും ക്ഷമിക്കാം, സ്നേഹിക്കാം. കാരണം അവൻ മാത്രം. നീറും മനസ്സിലെ മുറിപ്പാടുകൾ മായ്ക്കുവാൻ അവൻ്റെ കൃപ നമ്മെ സഹായിക്കട്ടെ. ഈശോയുടെ കൽപ്പനയും അതായിരുന്നല്ലോ. ജോണിൻ്റെ ഗോസ്പലിൽ പറയുന്നത് പോലെ, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പരസ്പരം ഉള്ളു തുറന്ന് ക്ഷമിച്ച് സ്നേഹിച്ച് ഈശോയുടെ കൽപ്പന നിറവേറ്റാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മിലെ ഭിന്നതകൾ അകറ്റി സമാധാനത്തിൻ്റെ വാഹകരാകുവാൻ ഈശോയുടെ കുരിശിൻ്റെ ചിന്ത നമ്മെ സഹായിക്കട്ടെ. ഈ പരിശുദ്ധ നോമ്പിൽ ഹൃദയാർദ്രതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സമാധാന മന്ദിരങ്ങളും ഞങ്ങളുടെ മനസ്സിനെ ശാന്തിയുടെ തുറമുഖവും ആക്കണമേ. നിന്നോടും അന്യോന്യവുമുള്ള യഥാർത്ഥ സ്നേഹം ഞങ്ങളിൽ വിതയ്ക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ വീട്ടുവാൻ കരുണയുണ്ടാകണമേ. നിന്നിൽ ഒന്നാകുവാൻ, നീയായി മാറുവാൻ എന്നിലെ എന്നെ നീ കൃപയാക്കണമേ എന്ന് വിശുദ്ധ യോഹന്നാൻ ക്രൂസിനൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. നന്ദി.